Hi guys, it's me, the Mallu Banker. So, in this video, we will be discussing about the current affairs strategy and sources that you should follow for our upcoming exams. അപ്പോൾ എല്ലാവർക്കും അറിയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻസ് എക്സാമിന് ഏറ്റവും ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്ന സെക്ഷനാണ്. നമ്മൾക്ക് മാർക്സ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്സ് ഡിക്രീസ് ചെയ്യാനും ഈ ഒരു സെക്ഷനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ബാങ്കിങ് അവയർനെസ്സും അങ്ങനെ പലതും ഉൾപ്പെടുന്നുണ്ട്. ദെൻ അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നതാണ് കറണ്ട് അഫയേഴ്സ്. സോ ആ ഏരിയയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം, ഏതൊക്കെ സോഴ്സസ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ PDF അങ്ങനെയുള്ള ഡെയിലി അപ്ഡേറ്റ്സും ഒക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻസിന് ഏറ്റവും മേജർ റോൾ പ്ലേ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ബട്ട് നമ്മൾ ആ ഒരു പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് കരുതിയാൽ ഒരിക്കലും ആ ഒരു അത്രയും കുറഞ്ഞ ഗ്യാപ്പ് കൊണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? 6 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും മിനിമം ആയിട്ട് വേണ്ടത്. 1 ഇയറിലെയൊക്കെ ഇപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്, എന്നാലും 6 മന്ത്സ് ആണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു 6 മന്ത്സ് ഇപ്പോൾ SBI PO മെയിൻസ് ആണ് നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ SBI PO മെയിൻസ് സെപ്റ്റംബറിലായിരിക്കും ഉണ്ടാവുന്നത്. സോ സെപ്റ്റംബറിന് മുൻപുള്ള 6 മാസം, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇത്രയും മാസം, അതായത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും എക്സാം. സോ ഇത്രയും മാസമാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ടാക്കിൾ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ബേസിസിൽ പഠിക്കുന്നവർ കാണും, വീക്ക്ലി ബേസിസിൽ പഠിക്കുന്നവർ കാണും, ദെൻ മന്ത്ലി ജസ്റ്റ് റിവൈസ് ചെയ്യുന്നവർ കാണും. ഇതിലേതാണ് ബെറ്റർ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, അതിൽ 2 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം സ്റ്റുഡൻസ് ആണ്, ടൈം നല്ലതായിട്ട് ഉണ്ട് എന്നുള്ളവർക്കും അതുപോലെ തന്നെ എന്നെപ്പോലെ ടൈം കുറവുള്ളവർക്കും, അങ്ങനെ 2 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടൈം എങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഫുൾ ടൈം ആസ്പിരൻ്റ് ആണ്, നിങ്ങൾക്ക് വേറെ ബാരിയേഴ്സ് ഒന്നുമില്ല, വേറെ തടസ്സങ്ങളൊന്നുമില്ല, നിങ്ങൾ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദെൻ ഇറ്റ്സ് ബെറ്റർ യു ഡു ഡെയിലി വീഡിയോസ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദെൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ 2 സോഴ്സസ്, അതായത് ഒരു വീഡിയോ സോഴ്സും ഒരു PDF സോഴ്സും മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ദെൻ ഒത്തിരി PDF അല്ലെങ്കിൽ ഒത്തിരി വീഡിയോ സോഴ്സസ് മാറി മാറി കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവരും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്, ബട്ട് അവർ പറയുന്ന രീതികൾ പല ആപ്സുകളും അതുപോലെ തന്നെ പല PDFസും നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതല്ല എങ്കിൽ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട് വെച്ചിട്ട് ദെൻ ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് വേറൊരെണ്ണം വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഏതാണോ ഇപ്പോൾ ഒരു PDF നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു PDF എടുക്കുക. ദെൻ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക, വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് അഫയേഴ്സ് ക്ലൗഡ് ആണ്. അഫയേഴ്സ് ക്ലൗഡിൽ അവർ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ് ഡെയിലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി PDF, ഇപ്പോൾ അഫയേഴ്സ് ക്ലൗഡിൻ്റെ PDF ആണ് പഠിക്കുന്നതെങ്കിൽ ഡെയിലി PDF പഠിച്ചിട്ട് അതിനുശേഷം ആ ഒരു വീഡിയോ സോഴ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇനഫ്. പിന്നെ ഒരു നോട്ട് മേക്കിംഗ് ഒക്കെ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നോയാണ്. കാരണം ഇപ്പോൾ ഇത്രയും ഒരു ടെക്നോളജി വളർന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും ട്രഡീഷണൽ മെത്തേഡ്സ് ഫോളോ ചെയ്യാതെ നമ്മളുടെ വർക്കിനെ സ്മാർട്ട് ആക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് PDF വെച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ അതെന്ത് ചെയ്യുക, ഒന്ന് പ്രിൻറ്റ് ചെയ്യുക. അതും പറ്റുന്നില്ലാത്തവരാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ റൈറ്റ് ചെയ്തോ കുഴപ്പമില്ല. ഞാൻ എഴുതാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി വൈസിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഒരു മോർണിംഗിൽ എന്ത് ചെയ്യുക, ഒരു PDF പഠിക്കുക. ഓക്കെ, ഡെയിലി മോർണിംഗിൽ PDF പഠിക്കുക. ദെൻ ഈവനിങ് ആകുമ്പോൾ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ക്ലാസ് കാണുക. അങ്ങനെ ഫോളോ ചെയ്ത് ആ ഒരു സ്ട്രാറ്റജിക്കലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ദെൻ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ദെൻ ആ ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, വീക്ക്ലി PDFs അവൈലബിൾ ആയിരിക്കും. സോ ആ ഒരു വീക്ക്ലി PDFs വെച്ച് ഇതൊന്ന് റിവൈസ് ചെയ്യുക. ദെൻ ക്വിസസ് എടുക്കുക.
ഏറ്റവും കൂടുതൽ നമുക്ക് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വിസസ് എടുക്കുന്നത് തന്നെയാണ്. കാരണം ഈ ഇത്രയും PDF നമ്മൾ പഠിച്ചു. ഇപ്പോൾ ബാങ്കിങ് സർക്കുലേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് നമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ റേഷ്യോസ് ഒക്കെ ആണെങ്കിലും മാറി മാറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് കാര്യം പഠിച്ചാലും അത് റിവൈസ് ചെയ്യാൻ ക്വിസസ് എടുക്കുന്നത് മസ്റ്റാണ്. ദെൻ എന്ത് ചെയ്യുക, വീക്ക്ലി PDF എടുക്കുക. അതല്ലെങ്കിൽ വീക്ക്ലി കമ്പൈലേഷൻ വീഡിയോസ് അവൈലബിൾ ആണ്, അത് കാണുക. ദെൻ എന്ത് ചെയ്യുക, ക്വിസസ് അറ്റംപ്റ്റ് ചെയ്യുക. മൾട്ടിപ്പിൾ ടൈംസ് ക്വിസസ് അറ്റംപ്റ്റ് ചെയ്യുക, റീ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എവിടെയാണ് തെറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, മന്ത്ലി PDF ഒരു മന്ത് എൻഡ് ആകുമ്പോഴേക്കും മന്ത്ലി PDF അവൈലബിൾ ആയിരിക്കും. ദെൻ ആ ഒരു മന്ത്ലി PDF വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി റിവൈസ് ചെയ്യുമ്പോൾ ആ ഒരു മന്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈ ഹാർട്ടായിട്ട് മനസ്സിൽ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇപ്പോൾ SBIയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഡെയിലി വൈസിൽ പഠിച്ചു പോകുന്നത് പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡെയിലി മുൻപ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, അതല്ല ഇനിയിപ്പോൾ SBI PO ടാർഗറ്റ് ചെയ്യുന്നില്ലാത്തവരാണെങ്കിലും ഓക്കെ. ദെൻ RRBക്കൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡെയിലി PDF. ഓക്കെ, ദെൻ ഇപ്പോൾ SBI POയ്ക്കാണെങ്കിൽ ഇപ്പോൾ അതായത് ഇനിയുള്ള മാസങ്ങളിൽ ഡെയിലി പഠിച്ചാൽ ഓക്കെയാണ്. ബട്ട് അത് അതിന് മുൻപത്തെ മാസങ്ങളൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ല എങ്കിൽ വീക്ക്ലി നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ എന്നെപ്പോലെ ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് പറയാം. ഞാൻ പഠിക്കുന്നത് വീക്ക്ലി ആണ്. ഓക്കെ, ഞാൻ പഠിക്കുന്നത് ഓരോ വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് PDFs അവൈലബിൾ ആയിരിക്കും. ആ ഒരു വീക്കിലെ ഒരു 20-25 പേജസിലുള്ളൊരു വീക്ക്ലി PDF അവൈലബിൾ ആയിരിക്കും. ഞാൻ ആ ഒരു PDF വെച്ചിട്ടാണ് പഠിക്കുന്നത്. എൻ്റെ സോഴ്സ് അഫയേഴ്സ് ക്ലൗഡാണ്. ഞാൻ വേറെ സോഴ്സസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. എൻ്റെ ആ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ് ടൈം മുതൽ ഞാൻ അഫയേഴ്സ് ക്ലൗഡ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്ക് അതറിയാം. ദെൻ നിങ്ങൾക്ക് അതല്ലാണ്ട് വേറെയും സോഴ്സസ് അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. ദെൻ വീക്ക്ലി ആണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ കഴിഞ്ഞ വീക്കിലെ PDF നമ്മൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ആ ഒരു PDFൽ എന്ത് ചെയ്യുക, നമുക്ക് 7 ദിവസമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ആ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഓരോ പേജ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻ, നമുക്ക് പല സെക്ഷൻസ് ഉണ്ട്. നാഷണൽ അഫയേഴ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട്, അങ്ങനെ പല സെക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ വെച്ചിട്ട് ഓരോ ദിവസവും തീർക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ പോർഷൻ വെച്ചിട്ട് തീർക്കുമ്പോൾ ദെൻ ആ ഒരു വീക്കെൻഡിൽ അത് മൊത്തം കൂടെ റിവൈസ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് ക്വിസസ് ചെയ്യും. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ദെൻ ഇതാണ് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെ വേണം നമ്മൾ കൊണ്ടുപോവാൻ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ജൂലൈ മാസമാണല്ലേ. സോ ജൂലൈ മന്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ഉണ്ട് എങ്കിൽ ബാക്കി പുറകിലത്തെ മാസങ്ങളും എന്ത് ചെയ്യുക, ഇതുവരെയും പഠിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു 3 to 4 hours ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഒരു വീക്കിലെ ഒരു PDF തീർക്കാൻ പറ്റും. ഓക്കെ, 3 to 4 hours ഒക്കെ അതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് ടൈം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീക്കിലെ PDF തീർക്കാൻ പറ്റും 1 day. സോ നമുക്ക് 1 മന്തിൽ 4 PDFs ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, PDF കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് മുൻപത്ത് നമുക്ക് ഇത്രയും മാസങ്ങൾ കവർ ചെയ്യാനുണ്ട്. സോ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ആ ഒരു കറണ്ട് അഫയേഴ്സിനും പ്രാധാന്യം കൊടുത്തു പോവുക. POയ്ക്ക് നമ്മൾക്ക് 50 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ദാറ്റ് ടു വിത്ത് 60 മാർക്സ് ആണ് അതിൻ്റെ വെയിറ്റേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ആ ഒരു നമ്മളുടെ ആ ഒരു എക്സാമിന് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, കമ്മിങ് ടു ദ സോഴ്സ്, നമുക്ക് ഏതാണ് സോഴ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഉപയോഗിക്കുന്നത് അഫയേഴ്സ് ക്ലൗഡാണ്. സോ അഫയേഴ്സ് ക്ലൗഡിൽ നിങ്ങൾ ഈ ഒരു ക്രാക്ക് കറണ്ട് അഫയേഴ്സ് PDF പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30+ ആഡ് ഓൺ കോഴ്സസ് അതിൽ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ അതിൽ നിന്നാണ് ഇപ്പോൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ റീസണിങ്ങിൻ്റെ ക്വാൻസിൻ്റെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് PDFസും നമ്മൾക്ക് അവൈലബിൾ ആകുന്നതാണ്. ഇപ്പോൾ ഈ അഫയേഴ്സ് ക്ലൗഡിൽ അവർ ഇത്ര നാളും ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഡെയിലി ബേസിസിലായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വീക്ക്ലിയും ആക്കിയിട്ടുണ്ട്. സോ ഒരു എന്താണ് ഫുൾ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് നോക്കുവാണെങ്കിൽ നമ്മൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. സോ ഐ വിൽ ഷോ ദാറ്റ്
ഇപ്പോൾ നമ്മൾ ജൂൺ എടുക്കുവാണെങ്കിൽ തന്നെ മന്ത്ലി, വീക്ക്ലി, ഡെയിലി അങ്ങനെ ഓരോന്നും നമുക്ക് എന്താണ് വീഡിയോ PDF അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഡെയിലി പഠിക്കുന്നവർക്ക് അങ്ങനെ, അതല്ല എങ്കിൽ വീക്കിലി പഠിക്കുന്നവർക്ക് അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് PDFs അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് കണ്ടൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്വിസസും അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതും ക്വിസസ് ആണ്. ക്വിസസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്സ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. എത്രയൊക്കെ ക്വിസസ് ചെയ്യുന്നു, എത്രത്തോളം ക്വിസസ് ചെയ്യുന്നു, അത്രയും മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഡെയിലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഡെപ്ത് ക്വിസസ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി പഠിക്കുന്നില്ലാത്തവർക്കാണെങ്കിൽ പോലും വീക്ക്ലി ചെയ്ത് കഴിഞ്ഞിട്ട് ഡെയിലി ചുമ്മാ നമ്മൾ ഈ ക്വിസസ് തന്നെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ റീകോൾ ചെയ്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾ എൻ്റെ കോഡായിട്ടുള്ള TMB10 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 10% ഓഫ് കിട്ടുന്നതായിരിക്കും. സോ ഇത് എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇതൊരു 12 മന്ത് വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും 6 മന്ത്സ് ഒക്കെ മാത്രമേ കാണുകയുള്ളൂ. നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഒരു SBA സ്റ്റാർട്ടിങ് മുതൽ നമ്മൾക്ക് ഒരു ചിലപ്പോൾ ഒരു 11 മന്ത്സിൻ്റെ ഗ്യാപ്പ് വരെ എക്സാംസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ അടുത്ത കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഫയേഴ്സ് ക്ലൗഡ് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് 12 മന്ത്സിൻ്റെ വാലിഡിറ്റി അവൈലബിൾ ആണ്. ആൻഡ് സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സോഴ്സ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഇത് ഞാനും ഗ്യാരണ്ടി തരുന്ന കാര്യമാണ്. കാരണം ചുമ്മാ ഒരു വീക്ക്ലി വെറും PDFs മാത്രം പഠിച്ചുകൊണ്ടാണ് എനിക്ക് RRBക്ക് എനിക്ക് 8 സംതിങ് മാർക്സ് എനിക്ക് കിട്ടിയിരുന്നു. സോ അപ്പോൾ ആ ഒരു ക്വിസസും കൂടെ അറ്റംപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു RRB PO പ്രിലിംസിനും മെയിൻസിനും ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഞാൻ അന്ന് കറണ്ട് അഫയേഴ്സ് നോക്കിയത്. അത്രയും ഡെപ്തായിട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് മാർക്സ് കിട്ടി. കാരണം 8 മാർക്സ് ഭയങ്കര കൂടുതലാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് എന്നാലും ഡെയിലി ബേസിസിലൊക്കെ പഠിച്ച് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തവരേക്കാൾ എനിക്ക് അത്രയും കുറച്ച് ടൈം കൊണ്ട് കിട്ടി. സോ ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അതാണ് അങ്ങനെ എനിക്ക് ഇതിൻ്റെ ലാംഗ്വേജ്, മെയിനായിട്ട് ലാംഗ്വേജ് ആണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് എന്താണ് സിമ്പിളായിട്ടൊരു ലാംഗ്വേജ് ആണ്. ഒത്തിരി വലിച്ചു നീട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വേറെ ഹൈ ലെവൽ ഇംഗ്ലീഷ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് അല്ല. സോ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. Then coming to important topics for current affairs. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സിന് നോക്കേണ്ടതെന്ന് പറയാം. സോ മെയിനായിട്ട് നോക്കേണ്ടതാണ് നാഷണൽ അഫയേഴ്സ്, ദെൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട്. ദെൻ നോക്കേണ്ടതാണ് RBI ന്യൂസ് ആണ്, ഇക്കണോമി ആൻഡ് ബിസിനസ്. ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബാക്കിയൊന്നും പഠിച്ചില്ല എങ്കിൽ പോലും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ബാങ്കിങ് മസ്റ്റായിട്ടും നോക്കണം. ദെൻ നാഷണൽ ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ദെൻ RBI സർക്കുലേഴ്സ്, ദെൻ SBI എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ SBI ന്യൂസ്, ദെൻ ഇക്കണോമി, ദെൻ ഇതുപോലുള്ള ന്യൂസസൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് നോക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കുറച്ച് ലെസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അങ്ങനെ ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനും പറ്റില്ല. കാരണം ലാസ്റ്റ് എക്സാമിനൊക്കെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ, ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഒബിച്വറി, സ്പോർട്സ്. സാധാരണ ഞാൻ ഇതുപോലെയുള്ള ഏരിയാസിനെ സ്കിപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ നമ്മളുടെ എക്സാം പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനൊക്കെയും പ്രാധാന്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ ഈ ഇത്രയും ഒരു ഏരിയാസ് കവർ ചെയ്തിട്ട് വേണം ഈ ഒരു ഏരിയയിലോട്ട് വരാൻ. ആൻഡ് എനിക്ക് തോന്നുന്നു അഫയേഴ്സ് ക്ലൗഡിൻ്റെ PDFൽ നമ്മൾക്ക് ആ ഒരു സെക്ഷൻ വൈസ് ആണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഏത് സ്കിപ്പ് ചെയ്യണം, ഏത് ആദ്യം പഠിക്കണം, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ആദ്യം ഇൻ്റർനാഷണൽ അഫയേഴ്സ് പഠിച്ച് ദെൻ നാഷണൽ അഫയേഴ്സ് പഠിച്ച് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണത് പോകുന്നത്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ഒരു എൻ്റെ ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേ മുതൽ ഞാൻ അഫയേഴ്സ് ക്ലൗഡ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.